അടുത്ത ചോദ്യം, ഇലക്ട്രോണിന്റെ ചാർജ് നിർണയിച്ച പരീക്ഷണം അല്ലെ, നിരന്തരമായി കാണപ്പെടുന്ന മറ്റൊരു ചോദ്യമാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റെജി അയ്യാർ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കുറച്ചധികം രസതന്ത്രത്തിലെ ചോദ്യങ്ങളാണ്. പരിചയപ്പെട്ടാലോ? അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം രൂപാന്തരങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. വജ്രത്തെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ശരിയായതാണ് കണ്ടെത്തുന്നത്. വജ്രത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന കുറച്ചധികം പ്രസ്താവനകളാണ്, അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ചോദ്യം. പോകാം, ഓരോ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വായിക്കാം. ഒന്നാമത് വരുന്നത് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വജ്രം വൈദ്യുത ചാലകം ആണ്. അടുത്ത വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. അടുത്ത വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് ഉള്ളത്. എന്നിട്ട് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ എ ആയിട്ട് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്, ശരിയാണോ എന്നാണ് നോക്കേണ്ടത്. ബി 1ഉം 3ഉം കൊടുത്തിട്ടുണ്ട്, സി 2ഉം 3ഉം ആണ് കൊടുത്തിരിക്കുന്നത്, ഡി ആയിട്ട് 2ഉം 4ഉം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും പരിചയപ്പെട്ട് നോക്കാം. അതായത് വജ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. വജ്രത്തിന് ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് വജ്രം. കാർബണിന്റെ രൂപാന്തരങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവും ഏത് തന്നെയാണ്? വജ്രമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തിലേക്ക് വരാം. വജ്രം വൈദ്യുത ചാലകം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വജ്രം എന്തല്ല? വൈദ്യുത ചാലകം അല്ല. ഓക്കെ ആണ്. അടുത്തത് വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. തീർച്ചയായിട്ടും വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ട്. ഇനി വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വജ്രത്തിന് ഉയർന്ന അപവർത്തനാങ്കമാണുള്ളത്. അതിനാൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തതും അതോടൊപ്പം തന്നെ മൂന്നാമത്തതുമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 3ഉം വരുന്ന എവിടെയാണ്? ഓപ്ഷൻ ബിയിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വജ്രവുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ SSCRT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് നമ്മുടെ വജ്രത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. ഓക്കെയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് തന്നെയാണ്? വജ്രമാണ്. ഇനി വജ്രം സുതാര്യമാണോ? അതായത് പ്രകാശത്തെ കടത്തിവിടുവോ? തീർച്ചയായിട്ടും പ്രകാശത്തെ കടത്തിവിടും. അതിനാൽ എന്താണ്? അത് സുതാര്യമാണ്. ഇനി വൈദ്യുത ചാലകമാണോ എന്ന് ചോദിച്ചാൽ വൈദ്യുതിയെ കടത്തിവിടുവോ എന്നാണ്. വൈദ്യുത ചാലകമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വൈദ്യുത ചാലകമല്ല. ആര്? വജ്രം. അതുപോലെ ഉയർന്ന താപചാലകതയുണ്ട്. ആർക്ക്? വജ്രത്തിന്. വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. ഈ താപചാലകത വെച്ചിട്ടാണ് വജ്രം ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് നമ്മൾ നോക്കാറുള്ളത്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ താപചാലകത പ്രയോജനപ്പെടുത്താറുണ്ട്. ഓക്കെ ആണ്. അടുത്തയാണ് ഉയർന്ന അപവർത്തനാങ്കം. ഉയർന്ന അപവർത്തനാങ്കമുള്ള രൂപമാണ് ഇത് വജ്രം എന്ന് പറയപ്പെടുന്നത്. അല്ലെ, വജ്രത്തിന് ഉപയോഗങ്ങളുണ്ട്. ഉപയോഗങ്ങളിലൊന്ന് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നമുക്കറിയാം ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ PSCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഏതാണ്? അത് ഗ്ലാസ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വജ്രം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഗ്ലാസ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് വജ്രം എന്ന് പറഞ്ഞു. വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താന്ന് ചോദിച്ചാല് ഒരു കാർബണാറ്റത്തില് 4 കാർബണാറ്റങ്ങൾ ചേർന്ന് ശക്തമായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിലുള്ളത്. അതായത് കോവാലന്റ് ബോണ്ടിങ്, ശക്തമായ കോവാലന്റ് ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് വജ്രത്തിന് ഇത്രയും അധികം കാഠിന്യം ലഭിക്കുന്നത്. അപ്പൊ ശക്തമായ സഹസംയോജക ബന്ധനം എവിടെയുണ്ട്? നമ്മുടെ വജ്രത്തിനുണ്ട്. അതുകൊണ്ട് വജ്രം എന്താണ്? ഉയർന്ന കാഠിന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമായിട്ട് കണക്കാക്കുന്നു. ക്ലിയർ ആയില്ലേ? അവിടെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ്.
മൂലകങ്ങളും ആവർത്തന പട്ടികകളും എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. മൂലകങ്ങളും ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? എന്തൊക്കെ നോക്കണം? മൂലകങ്ങളും ആവർത്തന പട്ടിക എന്ന ഭാഗമുണ്ട്, ഇലക്ട്രോൺ വിന്യാസമുണ്ട്. ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പോകാം, നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അടുത്തയാണ്, എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. അടുത്ത, ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്തത്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഇലക്ട്രോണുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആദ്യം ഡി സബ്ഷെല്ലിലേക്ക് വരാം. നമുക്കറിയാം സബ്ഷെല്ലുകൾ പ്രധാനമായും എത്രണ്ണമാണ്? 4 എണ്ണമാണ്. എസ്, പി, ഡി, എഫ് എന്നിവയാണ്. എസ്, പി, ഡി, എഫ്. അതിൽ എസ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എസ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. അതിനുശേഷം ഡി വരുന്നു. ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 എണ്ണമാണ്. തീർച്ചയായിട്ടും ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഇനി ഒരു സബ്ഷെല്ല് കൂടി ഉണ്ട്, എഫ് സബ്ഷെല്ലാണ്. എഫ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എങ്ങനെയാണ്? 2, 6, 10, 14 എന്നാണ്. 4 വീതം കൂട്ടുന്ന പാറ്റേൺ ആണ്. എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ഓർത്ത് വെച്ചോളുക. ഇനി അടുത്തത്, എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അവയുടെ ഏതൊരു മൂലകത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം, എസ്പെഷ്യലി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതിലാണോ വന്ന് അവസാനിക്കുന്നത്, ഏത് സബ്ഷെല്ലിലാണോ വന്ന് അവസാനിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഒരു മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുക എന്ന് പറയുക. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ ഏത് സബ്ഷെല്ലിലാണോ ആ മൂലകം വന്ന് അവസാനിക്കുന്നത് അതായിരിക്കും ആ മൂലകത്തിന്റെ എന്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എസ് ബ്ലോക്ക് ആണ് തന്നിരിക്കുന്നത്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഉൾപ്പെടും, അതായത് ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെടും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉൾപ്പെടും, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉൾപ്പെടും. പിന്നെ ആരുൾപ്പെടും? ഹൈഡ്രജൻ ഉൾപ്പെടും. ഹൈഡ്രജൻ ഒരു അലോഹമാണ് എന്ന് നമുക്കറിയാം. പിന്നെ ആരും കൂടി എസ് ബ്ലോക്കിന്റെ ഭാഗമാണ്? ഹീലിയം കൂടി എസ് ബ്ലോക്കിന്റെ ഭാഗമാണ്. ഹൈഡ്രജനും ഹീലിയവും എന്തല്ല? ലോഹങ്ങളല്ല എന്ന് നമുക്കറിയാം. അതിനാൽ എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അടുത്തത് ഡി ബ്ലോക്കിലേക്ക് വരാം. പീരിയോഡിക് ടേബിളിലെ അടുത്ത ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിലുള്ള മൂലകങ്ങളെ എല്ലാം തന്നെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഇലക്ട്രോണുകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം. നമുക്കറിയാം ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലുകളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഷെല്ലുകൾ നമ്മൾ വരയ്ക്കുകയാണ്. അതായത് കെ ഷെല്ല്, എൽ ഷെല്ല് എന്നിങ്ങനെ ഷെല്ലുകളുണ്ട്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നും ആദ്യ ഷെല്ലിലേക്കുള്ള അകലം, ന്യൂക്ലിയസിൽ നിന്നും രണ്ടാമത്തെ ഷെല്ലിലേക്കുള്ള അകലം. ഓക്കെയാണ്. ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലുകളിലേക്കുള്ള അകലം നമ്മൾ കൂടുകയാണ് കേട്ടോ. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജ്ജമല്ല പഠിക്കേണ്ടത്, ഷെല്ലുകളുടെ ഊർജ്ജമാണ് എന്ത് ചെയ്യുന്നത്? കൂടി വരുന്നത്. ഷെല്ലുകളുടെ ഊർജം കൂടി വരികയാണ്. കാരണം ഇലക്ട്രോണുകളുടെ ഊർജം ഫിക്സഡ് ആണ്, നിശ്ചിത ഊർജമാണ് നമുക്കറിയാം. ഇവിടെ കൂടി വരുന്ന എന്താണ്? ഷെല്ലുകളുടെ ഊർജമാണ് എന്ത് ചെയ്യുന്നത്? കൂടി വരുന്നത്. ഓർത്തു വെച്ചോളുക. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറഞ്ഞ? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും എന്താണ്? ഇലക്ട്രോണുകളുടെ അല്ല ഷെല്ലുകളുടെയാണ് ഊർജം എന്ത് ചെയ്യുന്നത്? കൂടി വരുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പൊ 1, 3 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം.
അതാണ്ട് ഓപ്ഷനിൽ 1ഉം 3ഉം ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ഓപ്ഷനിൽ 1ഉം 3ഉം ഉണ്ട്. ഓപ്ഷൻ സിയിൽ എന്തുണ്ട്? 1ഉം 3ഉം ഉണ്ട്. ക്ലിയർ ആയില്ലേ? പോകുന്നു മുന്നോട്ട്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചോദ്യമാണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ട ഒരു ചോദ്യം കൂടിയാണ്. അതായത് ശ്മശാനങ്ങളിലെ പ്രേതബാധ. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഇതിലേത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ് എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. അതായത് ഏതോ ഒരു മൂലകം ഇരുട്ടത്ത് തിളങ്ങുന്നുണ്ട്. ആ മൂലകം ഇങ്ങനെ ഇരുട്ടത്ത് തിളങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് മൂലകം ഇരുട്ടത്ത് തിളങ്ങുന്നതുകൊണ്ടാണ് ശ്മശാനങ്ങളിൽ പ്രേതബാധ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഫോസ്ഫറസ് ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, സൾഫർ ഉണ്ട്. നമുക്കറിയാം ഈ കൂട്ടത്തില് രൂപാന്തരങ്ങൾ പ്രധാനമായും കാണിക്കുന്നത് 3 പേരാണ്. ആരൊക്കെ? കാർബണിന് രൂപാന്തരങ്ങളുണ്ട്, പിന്നെ സൾഫറിന് രൂപാന്തരങ്ങളുണ്ട്, ഫോസ്ഫറസിന് രൂപാന്തരങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ ആര് വരില്ല? ക്ലോറിൻ വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നവയില് ഇരുട്ടത്ത് തിളങ്ങാൻ കഴിയുന്ന ആരാണെന്ന് ചിന്തിക്കണം. വേണ്ടായോ? തീർച്ചയായിട്ടും നമുക്കറിയാം ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങൾക്കാണ് ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ളത്. ഫോസ്ഫറസിന് എത്ര രൂപാന്തരങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്? 3 രൂപാന്തരങ്ങളുണ്ട്. ഒന്ന് ചുവന്ന ഫോസ്ഫറസ് ഉണ്ട്, വെളുത്ത ഫോസ്ഫറസ് ഉണ്ട്, കറുത്ത ഫോസ്ഫറസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലും കേട്ടുപരിചയമുള്ളത് വെളുത്ത ഫോസ്ഫറസ് ആണ് അല്ലെ. ഈ വെളുത്ത ഫോസ്ഫറസിന് ഇരുട്ടത്ത് തിളങ്ങാനുള്ള കഴിവുണ്ട്. കഴിവുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ശ്മശാനങ്ങൾ എടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആരുടെ സാന്നിധ്യം ഉണ്ട്? ഫോസ്ഫറസിന്റെ സാന്നിധ്യമുണ്ട്. കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ അസ്ഥികളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ഫോസ്ഫറസിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശരീരം ശ്മശാനങ്ങളാകുമ്പോൾ അവിടെ അഴുകി കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് ആര് വരും? ഫോസ്ഫറസ് വരും. ഫോസ്ഫറസ് വന്നു കഴിയുമ്പോൾ ഫോസ്ഫറസിന്റെ സ്വഭാവം എന്താണ്? ഇരുട്ടത്ത് തിളങ്ങാനുള്ള കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ പ്രകാശവാഹകൻ എന്നാണ് ഫോസ്ഫറസ് എന്ന വാക്കിന്റെ അർത്ഥം പോലും. പ്രകാശവാഹകൻ. അപ്പൊ പ്രകാശം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഫോസ്ഫറസ് പുറത്തേക്ക് വരികയാണ്. പുറത്താരുണ്ട്? കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനും ഈ പറയുന്ന ഫോസ്ഫറസും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ എന്ത് കാണുന്നു? ഒരു തീഗോളം കാണുകയാണ്. അതാണ് നമ്മൾ വിചാരിക്കുന്ന എന്ത്? ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന്. ആരാ കാരണം? ഫോസ്ഫറസ് ആണ്. ഒരു കാര്യം ഇവിടെ പറയാം. ഈ രാത്രി കാലങ്ങളിലെ ഈ ഫോസ്ഫറസ് കാരണം ഉണ്ടാകുന്ന തിളക്കത്തെ നമ്മൾ വിളിക്കുന്ന പേര് കെമിലൂമിൻസെൻസ് എന്നാണ്. എന്താണ്? കെമിലൂമിൻസെൻസ്. അതൊരു പ്രതിഭാസമാണ്, ഓർത്ത് വെച്ചേക്കുക. കെമിലൂമിൻസെൻസ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന മൂലകം കൂടിയാണ് ഇത് ഫോസ്ഫറസ്. പ്രകാശവാഹകനാണ് ഫോസ്ഫറസ്. പ്രകാശവാഹകനായ ഫോസ്ഫറസ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ആരുണ്ട്? തീർച്ചയായിട്ടും അവിടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു തീഗോളം വരുന്നു. അതാണ് നമ്മൾ പ്രേതബാധയായിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഏത് മൂലകം കാരണമാണ് അങ്ങനെ തോന്നുന്നത്? തീർച്ചയായിട്ടും ഫോസ്ഫറസ്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കെമിലൂമിൻസെൻസ്. ഓക്കെ ആണ്, കെമിലൂമിൻസെൻസ്. മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫോസ്ഫറസിനെ കുറിച്ച് പറഞ്ഞു. നമുക്കൊരു കാര്യം മനസ്സിലായി. ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം തുറന്നു വെക്കാൻ പറ്റത്തില്ല അല്ലെ. പ്രകാശം വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്, ഇരുട്ടത്ത് തിളങ്ങാൻ കഴിയുന്ന ആളാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫോസ്ഫറസിനെ നമ്മൾ എവിടെയാ സൂക്ഷിച്ചു വെക്കുന്നത്? ഫോസ്ഫറസിനെ സൂക്ഷിച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും ജലത്തിലാണ്. അതാ ജലത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് ഏത്? വെളുത്ത ഫോസ്ഫറസ്. വെള്ളത്തിൽ വെളുത്ത ഫോസ്ഫറസ്. ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ? ഇനി അവിടെ നിന്ന് മുന്നോട്ട് വരാം. നമുക്കറിയാം അടുത്ത കാലങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ പഠിച്ച ഒരു കാര്യമുണ്ട്. യുദ്ധത്തിലൊക്കെ നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്? വെളുത്ത ഫോസ്ഫറസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും വൈറ്റ് ഫോസ്ഫറസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് ഏത്? വെളുത്ത ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചുറ്റുപാടും നമുക്ക് പരിചയമുള്ള ഒരാള് ചുവന്ന ഫോസ്ഫറസ് ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള തീപ്പെട്ടിക്കൂട്, ആ തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ചുവന്ന ഫോസ്ഫറസിനെ കാണാൻ സാധിക്കും. ചുവന്ന ഫോസ്ഫറസ് ആണ്, ഓർത്ത് വെച്ചോണം. അപ്പൊ തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ കാണപ്പെടുന്ന ആരെയാണ്? ചുവന്ന ഫോസ്ഫറസിനെയാണ്. അപ്പൊ വെളുത്ത ഫോസ്ഫറസ് എവിടെ സൂക്ഷിക്കുന്നു? വെള്ളത്തിൽ സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതും വെളുത്ത ഫോസ്ഫറസ് ആണ്. മാരക വിഷമായ ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് വെളുത്ത ഫോസ്ഫറസ്. കാരണം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വെളുത്ത ഫോസ്ഫറസിന് ഭയങ്കര രൂക്ഷ ഗന്ധമാണ്, വെളുത്തുള്ളിയുടെ ഗന്ധമാണ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഫോസ്ഫറസ് ആണ് ഏത്? വെളുത്ത ഫോസ്ഫറസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങൾ
വശങ്ങളിൽ കാണപ്പെടുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ്. ഓർത്ത് വെച്ചേക്കുമല്ലോ. യെസ്, മുന്നോട്ട് പോകാം. അടുത്തത് 4ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതാണ്ടേ, ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്ന പേരെന്താണ്? കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്ന പേരെന്താണ്? അപ്പൊ ഇത് ആധുനിക സിദ്ധാന്തം അനുസരിച്ചെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും, എന്തിനു ചുറ്റുമാണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ഓർബിറ്റ് ഉണ്ട്, ഓർബിറ്റൽ ഉണ്ട്, ക്വാണ്ടം ഉണ്ട്, ഐസോബാർ ഉണ്ട്. തീർച്ചയായിട്ടും ആൻസർ ഏതായിരിക്കും? അതെ, ഓർബിറ്റൽ ആണ്. എവിടെയാണ്? ഓർബിറ്റൽ ആണ്. തെറ്റിക്കാൻ വേണ്ടിയാണ് PSC ഓപ്ഷനിൽ ആരെ ഇട്ടേക്കുന്നത്? ഓർബിറ്റിനെ ഇട്ടിരിക്കുന്നു. എന്താണ് ഓർബിറ്റ്? യെസ്, ന്യൂക്ലിയസ്. നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റ്. സഞ്ചാരപാതയാണ് ഓർബിറ്റ്. എന്നാൽ ഇലക്ട്രോണുകൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള മേഖല എന്ത് വിളിക്കണം? ഓർബിറ്റൽ. രണ്ടും രണ്ടാണ്, വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയാണ് ഏത്? ഓർബിറ്റ്. സഞ്ചാരപാതയാണ് ഓർബിറ്റ്. ഇലക്ട്രോണുകളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള മേഖലയെ വിളിക്കുന്ന പേര് ഓർബിറ്റൽ. തെറ്റിപ്പോലെ, രണ്ടും കുറെ തവണ വായിച്ച് പഠിക്കുക കേട്ടോ, തെറ്റാൻ പാടില്ല. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് വന്നാൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ ഓർബിറ്റ്, ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്, ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ ഓർബിറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു പേര് കൂടി ഉണ്ട്, എന്താണ്? ഷെല്ല് എന്ന് വിളിക്കാം. ഓർബിറ്റ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഷെല്ല് എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ഓപ്ഷനിൽ കണ്ട ഒന്നാണ് ഐസോബാറുകൾ, അല്ലെ? ഐസോബാറുകൾ കണ്ടു. എന്താണ് ഐസോബാർ എന്ന് ചോദിച്ചാൽ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ളവയെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോബാറുകൾ എന്ന് വിളിക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ളവയാണ് എന്ത്? ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പരിചയമുള്ള ഒന്നാണ് ആർഗൺ എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവർക്കും പരിചയമുള്ള ഒരു മൂലകമാണ് ആർഗൺ. അറ്റോമിക് നമ്പർ എത്രയാ? ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അതേപോലെ പരിചയമുള്ള മൂലകമാണ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 20 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യസ്തമായ അറ്റോമിക നമ്പർ ആണ്. പക്ഷെ ഇവയുടെ മാസ് നമ്പർ എത്രയാന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും മാസ് നമ്പർ 40 ആണ്. രണ്ടുപേരുടെയും മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. നോക്കിയേ, വ്യത്യസ്തമായിട്ടുള്ള ആര് വന്നു? അറ്റോമിക് നമ്പർ വന്നു. ഒരേപോലെയുള്ള എന്ത് വന്നു? യെസ്, മാസ് നമ്പർ വന്നു. മാസ് നമ്പർ മുകളിലാണ് എഴുതേണ്ടത്. അറ്റോമിക് നമ്പർ ഏത് മൂലകത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവയെ നമ്മൾ എന്ത് വിളിക്കും? ഐസോബാറുകൾ എന്ന് വിളിക്കും. ക്ലിയർ ആയില്ലേ? യെസ്, പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ചോദ്യം, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണത്? യെസ്, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അല്ലെ? തലങ്ങും വിലങ്ങും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്. അപ്പൊ കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ വായിച്ചു നോക്കേണ്ട ആവശ്യമേ കാണില്ല, അത്രമേൽ പരിചിതമായ ചോദ്യമാണ്. സിങ്ക്, മെർക്കുറി, ഇരുമ്പ്, അലുമിനിയം. കാണുമ്പോഴേ നിങ്ങൾ പറയും ഏതാണ്? തീർച്ചയായിട്ടും ആൻസർ സിങ്ക് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സിങ്കിന്റെ ആണ്, മറക്കാൻ പാടില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ മൂലകങ്ങളെയും നിങ്ങൾക്ക് പരിചയമുള്ളവയാണ്. നമുക്ക് ഓരോരുത്തരുടെയും അയിരുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? യെസ്, ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്, ജസ്റ്റ് ഓർമ്മിപ്പിക്കുക എന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. PSCയുടെ ഫേവറേറ്റ് ആളാണ് അലുമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ അയിര് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? ബോക്സൈറ്റ്, അല്ലെ? എല്ലാരും പറഞ്ഞാണ് ഇപ്പൊ ബോക്സൈറ്റ് ആണ്. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയപ്പെടുന്നത് ബോക്സൈറ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഒരുപാട് ധാതുക്കളുണ്ട്. ആർക്ക്? നമ്മുടെ അലൂമിനിയത്തിന് കൊറണ്ടം എന്ന ധാതു ഉണ്ട്. മോസ്റ്റ് ഫേമസ് ആണ്, അല്ലെ? കൊറണ്ടം എന്ന് പറയുന്നത്. പിന്നെ ക്രയോലൈറ്റ്, കേട്ട് പരിചയമുള്ളതാണ് ക്രയോലൈറ്റ്. പിന്നെ കയോലിനൈറ്റ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയമുള്ള ആളാണ് കയോലിനൈറ്റ്. കളിമണ്ണിന്റെ ഒരു രൂപമാണ് ഇത് കയോലിനൈറ്റ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഫെൽസ്പാർ, നല്ല പരിചയമുള്ളതാണ് ഫെൽസ്പാർ. അപ്പൊ എന്തൊക്കെയുണ്ട്? ബോക്സൈറ്റ്, കൊറണ്ടം, കയോലിനൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് അല്ലെങ്കിൽ ഫെൽസ്പാർ എന്നിവയാണ് അലൂമിനിയത്തിന്റെ ധാതുക്കൾ. ഓക്കെ, അപ്പൊ അയിര് ആര് മാത്രമാണ്? അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് മാത്രമാണ്. മറ്റ് ധാതുക്കളുടെ പേരാണ് പറഞ്ഞ ബോക്സൈറ്റ്, കൊറണ്ടം, ക്രയോലൈറ്റ്, അതുപോലെ തന്നെ എന്താണ്? കയോലിനൈറ്റ് ഓർ കളിമണ്ണ്, ഫെൽസ്പാർ. നന്നായി വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഭാഗമാണിത്.
ഇനി അടുത്തത് നമുക്ക് പരിചയമുള്ളത് ഇരുമ്പ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ ഇരുമ്പ്. ഇരുമ്പ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഹേമറ്റൈറ്റ്, അടുത്ത മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. മൂന്നും നല്ല പരിചയമല്ലേ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റിസും. പിന്നെ ആരുണ്ട്? സിഡറൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്. സിഡറൈറ്റ്, ലിമോണൈറ്റ് നന്നായി ഓർത്ത് വെച്ചോണം. സിഡറൈറ്റ്, ലിമോണൈറ്റ് എന്നിവ. അടുത്ത മെർക്കുറി ആണ്. മെർക്കുറിയുടെ ധാതുക്കളുടെ പേര് ചോദിച്ചാൽ സിന്നബാറും ഉണ്ട്, കലോമലും ഉണ്ട്. സിന്നബാറും കലോമലും. കലാമിനാണ് സിങ്കിൻ്റെത്, കലോമലാണ് ആരുടെ? മെർക്കുറിയുടേത്. തിരിഞ്ഞു പോവരുത്. ഇനി അടുത്തെന്ന് വെച്ചാൽ സിങ്ക്. ഒന്നുകൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സിങ്ക് കലാമിൻ. ഓൾറെഡി അറിയാം സിങ്കിന്റെ ആരാണ്? കലാമിൻ ആണ്. പിന്നെ സിങ്ക് ബ്ലെൻഡ്, പാഠപുസ്തകത്തിലുണ്ട് സിങ്ക് ബ്ലെൻഡ്. അതിന്റെ മറ്റൊരു പേരാണ് സ്പാലറൈറ്റ് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സെഫാലറൈറ്റ് എന്നും പറയാം. ഓക്കെ, സ്പാലറൈറ്റ് അല്ലെങ്കിൽ സെഫാലറൈറ്റ് എന്ന് പറയപ്പെടുന്ന സിങ്ക് ബ്ലെൻഡിന്റെ മറ്റൊരു പേരാണ്. ദെൻ സിൻസൈറ്റ്. സിൻസൈറ്റും പരിചയമുണ്ട്. അപ്പോൾ സിങ്കിന്റെ ധാതുക്കൾ കലാമിനുണ്ട്, സിങ്ക് ബ്ലെൻഡ് സെഫാലറൈറ്റ് ഉണ്ട്, സിൻസൈറ്റ് ഉണ്ട്. ഓക്കെ, സിങ്കിന്റെ അയിരാരാണ്? കലാമിനാണ്. സിങ്കിന്റെ അയിരാരാണ്? കലാമിനാണ്. അപ്പൊ ഈ ഭാഗം നന്നായിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, മറക്കാൻ പാടില്ല. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ബന്ധമില്ലാത്തത് എന്നാണ്. ഓക്കെ ആണ്, ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ PSC അല്ലെ. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സോഡിയം ആൽക്കലി ലോഹം, സോഡിയം ആൽക്കലി ലോഹം എന്ന് കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം സംക്രമണ ലോഹം, കാൽഷ്യം സംക്രമണ ലോഹം. അലുമിനിയം ബോറോൺ കുടുംബം, അലുമിനിയം ബോറോൺ കുടുംബം. ക്ലോറിൻ ഉത്കൃഷ്ട വാതകം. ഇതാണ് നമ്മളുടെ ഒരു ബന്ധം കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത് അല്ലെ. കണ്ടുപിടിക്കണമെങ്കിൽ ബന്ധമുള്ളതും കണ്ടുപിടിക്കണം. ഓരോരുത്തരെ പരിചയപ്പെടാം. ആദ്യം സോഡിയം എടുക്കാം. സോഡിയം ഒരു ആൽക്കലി ലോഹമാണ് എന്നാണ് PSC പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ആൽക്കലി ലോഹങ്ങളിൽ വരുന്ന മൂലകമാണ് ഏത്? സോഡിയം. ഓക്കെ, അപ്പൊ ആൽക്കലി ലോഹമാണ് സോഡിയം. അടുത്ത നമുക്കറിയാം ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ കാൽഷ്യം ആണ്. വരാം, കാൽഷ്യത്തിലേക്ക് വരാം. കാൽഷ്യം ഒരു സംക്രമണ ലോഹമാണ്. ഇവിടെ ശരിയാവുന്നില്ല അല്ലേ? യെസ്, കാൽഷ്യം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും സംക്രമണ ലോഹമല്ല. കാൽഷ്യം ആരാണ്? യെസ്, കാൽഷ്യം എന്ന് പറയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് കാൽഷ്യം. ആൽക്കലൈൻ എർത്ത് ലോഹം. ഏതാ? ആൽക്കലൈൻ എർത്ത് ലോഹമാണ് ഏത്? കാൽഷ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇത് എന്താണ്? ബന്ധമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് അലുമിനിയം. തീർച്ചയായിട്ടും അലുമിനിയം എന്ന് പറയപ്പെടുന്നത് ഏത് ഗ്രൂപ്പാണ്? ബോറോൺ ഫാമിലിയുടെ ഭാഗമാണ്. അതായത് ബോറോൺ കുടുംബം. നമുക്കറിയാം ബോറോൺ കുടുംബത്തിന്റെ മറ്റൊരു പേരെന്താണ്? അലുമിനിയം കുടുംബം എന്നാണ്. ബോറോൺ കുടുംബത്തിന്റെ മറ്റൊരു പേര് കൂടിയാണ് എന്ത്? അലുമിനിയം കുടുംബം. അപ്പൊ നമുക്കറിയാം ബോറോൺ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണ്? അലുമിനിയം എന്ന് പറയും. ബോറോൺ കുടുംബത്തിന്റെ ഭാഗമാണ് ആര്? അലുമിനിയം. ഓക്കെ ആണ്, പേര് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോറോൺ കുടുംബം. അതിന്റെ മറ്റൊരു പേരാണ് അലുമിനിയം ഫാമിലി. പഠിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അതെ. അടുത്ത ക്ലോറിൻ. ക്ലോറിൻ എന്താണ്? ഉത്കൃഷ്ടവാതകമാണോ? തീർച്ചയായിട്ടും ഉത്കൃഷ്ടവാതകമല്ല. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെ. ഉത്കൃഷ്ടവാതകങ്ങളിൽ ക്ലോറിൻ വരുവോ? ഇല്ല. ക്ലോറിൻ ഒരു ഹാലജൻ ആണ്. ഒരു കാരണവശാലും ക്ലോറിൻ ഉത്കൃഷ്ടവാതകങ്ങളിൽ വരില്ല. അപ്പൊ ഇതും എന്താണ്? ബന്ധമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ബന്ധമുണ്ട്, മൂന്നും ബന്ധമുണ്ട്. ബന്ധമില്ലാത്ത ആർക്കൊക്കെയാണ്? 2നും 4നുമാണ്. നമുക്ക് നോക്കാം ഓപ്ഷനിൽ 2ഉം 4ഉം ഉണ്ടോ എന്ന്. നോക്കിയേ, 2ഉം 4ഉം പറയപ്പെടുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓപ്ഷൻ D ആണ്. നമുക്ക് നോക്കാം. ഇതാണ്ട് ഓപ്ഷൻ ഡി ഉത്തരം. ഓപ്ഷൻ D ആണ്. ഇനി ഞാൻ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിചയപ്പെടുത്താം. ഓൾമോസ്റ്റ് എല്ലാം ഒന്നും പറയില്ല, കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. ഇതാണ് പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിൽ ഓരോ ഗ്രൂപ്പിലെയും എലമെന്റ്സിനെ പറ്റി പ്രത്യേകം പഠിക്കണം. കാരണം മൂലകം എന്നും ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും നമുക്ക് ടോപ്പിക് ഉണ്ട്. അപ്പം പീരിയോഡിക് ടേബിളിൽ എല്ലാ മൂലകങ്ങളുടെയും പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. നമുക്ക് പറഞ്ഞിരുന്ന മൂലകങ്ങൾ മാത്രം പറയാം. ഒന്ന് ആൽക്കലി ലോഹങ്ങൾ. കണ്ടോ, ആൽക്കലി ലോഹങ്ങൾ. ലിഥിയം മുതലാണ് ആൽക്കലി ലോഹങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആൽക്കലി ലോഹങ്ങളിൽ ആരെ കണ്ടു? നിങ്ങൾ സോഡിയത്തെ കണ്ടിരിക്കുന്നു, കണ്ടില്ലേ? അടുത്ത കാൽഷ്യം ആണ്. കാൽഷ്യം നോക്കിയ രണ്ടാമത്തെ ഗ്രൂപ്പില് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആരെ കണ്ടു? കാൽഷ്യത്തെയും കണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളോട് ചോദിച്ച ആരെയാണ്? യെസ്, അലുമിനിയം ആണ്. 13ാമത്തെ ഗ്രൂപ്പ് നോക്കിയേ, 13ാമത്തെ ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പിന്റെ പേര് തന്നെ എന്താ? ബോറോൺ ഫാമിലി എന്നും അലുമിനിയം ഫാമിലി എന്നുമാണ് അറിയപ്പെടുക. വേറൊരു പേര് കൂടിയുണ്ട്, എർത്ത് കുടുംബം. പഠിച്ചിട്ടില്ലേ? എർത്ത് കുടുംബം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിലാണ് ആരുള്ളത്? അലുമിനിയം ഉള്ളത്.
ഇതിന് അടുത്ത ക്ലോറിൻ ആണ് ചോദിച്ചത്. ക്ലോറിൻ എന്ന് പറയപ്പെടുന്നത് നോക്കിയേ, നമ്മുടെ ഫ്ലൂറിൻ ഫാമിലി എന്ന് വിളിക്കുന്ന 17ാമത്തെ ഗ്രൂപ്പായ ഹാലജൻ ഫാമിലിയുടെ ഭാഗമാണ് ആര്? ക്ലോറിൻ എന്ന് പറയുന്നത്. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങളിൽ ക്ലോറിൻ വരുവോ? ഇല്ല. കാരണം അലസവാതകങ്ങളും ഉത്കൃഷ്ടവാതകങ്ങളും 18ാമത്തെ ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്. 18ാമത്തെ ഗ്രൂപ്പാണ് ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ്. നോക്കിയേ, നിങ്ങൾ ഇവിടെ ക്ലോറിനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? 17ാമത്തെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ആര്? ക്ലോറിൻ. ഓക്കെ. അപ്പൊ പീരിയോഡിക് ടേബിൾ നമുക്ക് വിശദമായി പഠിക്കണം. ലോഹങ്ങൾ ആരൊക്കെയാണ്, അലോഹങ്ങൾ ആരൊക്കെയാണ്, ഉത്കൃഷ്ട വാതകങ്ങൾ ആരൊക്കെയാണ്, ഹാലജനുകൾ ആരൊക്കെയാണ്, ഉപലോഹങ്ങൾ ആരൊക്കെയാണ്, ലാന്തനൈഡുകൾ ആരൊക്കെയാണ്, അതുപോലെ ആക്ടിനൈഡുകൾ ആരൊക്കെയാണെന്ന് വിശദമായിട്ട് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഏത് കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനും അത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഓക്കെ. 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. നമുക്ക് നോക്കാം എന്തുമായി ബന്ധപ്പെട്ടാണെന്ന്. അയിരുകളും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ. അയിരുകളും ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. പാഠപുസ്തകത്തിലെ ആദ്യത്തെ ആ ചാപ്റ്ററിന്റെ ആദ്യ പേജിൽ തന്നെ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആ സ്റ്റേറ്റ്മെന്റുകൾ. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. രണ്ടാമത്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇത് വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയിരുകളെ ഒന്ന് എഴുതാം. ഓക്കെയാണ്. അയിരുകളെയും ധാതുക്കളെയും പരിചയപ്പെടണം. ഓക്കെയാണ്. ഞാനാണെങ്കിൽ അലൂമിനിയം, ഓക്കെ, അലൂമിനിയത്തിന്റെ ധാതുക്കളുടെ പേരുകളെല്ലാം എഴുതാം. ശ്രദ്ധിച്ചു കണ്ടോളുക. അലൂമിനിയത്തിന്റെ ധാതുക്കൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ആരൊക്കെയുണ്ട്? ഒന്നാമതായിട്ട് ബോക്സൈറ്റ്. നല്ല പരിചയമുള്ളതല്ലേ ബോക്സൈറ്റ്? അതെ, അലൂമിനിയത്തിന്റെ ഒരു അയിരാണ് ഇത് ബോക്സൈറ്റ്. ദെൻ നമുക്ക് പരിചയമുള്ള ഒന്നാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് നന്നായിട്ട് പരിചയമില്ലേ? എസ്ക്രയോലൈറ്റ് പരിചയമുണ്ട്. അടുത്ത ആരാ? കൊറണ്ടം. കൊറണ്ടം എന്ന് പറയപ്പെടുന്നത് കാഠിന്യമുള്ള അലൂമിനിയത്തിന്റെ ധാതുവാണ് ഇത് കൊറണ്ടം. ഓക്കെ ആണ്. അടുത്ത ആരെ നമുക്ക് പരിചയമുള്ളേ? യെസ്, അടുത്തത് കയോലിനൈറ്റ്. നല്ല പരിചയമുണ്ട്. കളിമണ്ണ് രൂപമാണ് കയോലിനൈറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി ഒരാളെ പരിചയപ്പെടുത്താം. അലുനൈറ്റ്. പരിചയപ്പെട്ടോ? അലൂമിനിയത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് അലുനൈറ്റ്. ഒരാളെയും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടി, അലുനൈറ്റ്. അതുപോലെ ഫെൽസ്പാർ നമുക്ക് പരിചയമുള്ളതാണ് ഇത് ഫെൽസ്പാർ. അപ്പൊ ഫെൽസ്പാറിനെ നമുക്കറിയാം. അപ്പോ ഫെൽസ്പാറോട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, ഈ എഴുതിയിരിക്കുന്ന എല്ലാം അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഈ 6 പേരെയും നമുക്ക് എന്ത് വിളിക്കണം? അലൂമിനിയത്തിന്റെ ധാതുക്കൾ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? അലൂമിനിയത്തിന്റെ ധാതുക്കൾ. ഓക്കെ. ഈ ധാതുക്കളിൽ നിന്നും 3 കണ്ടീഷൻസ് പാലിക്കുന്നവരെ മാത്രമേ നമ്മൾ അയിര് എന്ന് വിളിക്കാറുള്ളൂ. ഓക്കെ. ഈ 6 പേരെ ഞാൻ ഓൾറെഡി എന്ത് വിളിച്ചു? ധാതു എന്ന് വിളിച്ചു കഴിഞ്ഞു. ഇനി ഏതൊക്കെ കണ്ടീഷൻസാ പാലിക്കേണ്ടത്? ഈ കൂട്ടത്തില് സുലഭമായി ലഭിക്കുന്നത് ഏതാണ്? അവൈലബിൾ, മോസ്റ്റ് അവൈലബിൾ, അതായത് സുലഭമായി ലഭിക്കുന്ന ഏതാണെന്ന് നോക്കണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കണം. ഇവയിൽ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ എന്ത് ചെയ്യണം? വേർതിരിച്ചെടുക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഇവയിൽ ലോഹത്തിന്റെ അംശം കൂടുതൽ ആർക്കാണ്? ലോഹത്തിന്റെ അംശം കൂടുതൽ ആർക്കാണ്? ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്ന ഏത് ലോഹധാതുവാണോ ഇതിലുള്ളത് അതിനെ എന്ത് വിളിക്കും? അയിര് എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെ പാലിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ള ആരാണ്? ബോക്സൈറ്റ്. അതുകൊണ്ട് ബോക്സൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അയിര് അല്ലെങ്കിൽ ഓറ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദാണ്ടെ എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല. ഈ എല്ലാ ധാതുവിനെയും കയറി നമുക്ക് അയിരെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ബോക്സൈറ്റ് മാത്രമേ എന്തായിട്ടുള്ളൂ? അയിരായിട്ടുള്ളൂ. അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല എന്ന് മനസ്സിലായി. ഇനി എല്ലാ അയിരുകളെയും നമുക്ക് എന്തും കൂടി വിളിക്കാം? ധാതു എന്ന് കൂടി വിളിക്കാം. കാരണം ഞാൻ ആദ്യം ഈ 6 പേരെയും എന്തായിട്ടാ പരിചയപ്പെടുത്തിയത്? ധാതുവായിട്ടാണ് പരിചയപ്പെടുത്തിയത്. ആ ധാതുവിൽ നിന്നും 3 കണ്ടീഷൻസ് പറഞ്ഞു. ആ 3 കണ്ടീഷൻസ് പാലിച്ചവരെ മാത്രമാണ് നമ്മൾ എന്ത് വിളിച്ചത്? അയിര് എന്ന് വിളിച്ചത്. അതിനാൽ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയല്ലേ? എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും എന്ത് തന്നെയാണ്? ബോക്സൈറ്റ് എന്തും കൂടിയാണ്? ധാതു കൂടിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഇനി എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ ഇത്രയും പറഞ്ഞ ധാതുക്കളെയും അയിരുകളെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നും മനസ്സിലാക്കാം. അപ്പൊ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്.
അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം എന്താണ്? ശരി തന്നെയാണ്. 1ഉം 2ഉം ശരി തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മാത്രമേ ഇത് തലയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് കേട്ടോ. പോകുന്നു 7ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? യെസ്, പോകുന്നു മുന്നോട്ട്. ഇനി അടുത്തൊരു ചോദ്യം PSC ആവർത്തിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര് എന്നാണ് ചോദ്യം. അഷ്ടക നിയമം, നിരവധി ചോദ്യങ്ങൾ വരുന്ന മേഖല കൂടിയാണിത്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ഇവിടെ ഡോബറൈനർ ഉണ്ട്, മെന്റലീഫ് ഉണ്ട്, ന്യൂലാൻഡ്സ് ഉണ്ട്, മോസ്ലി ഉണ്ട് അല്ലെ. 4 പേരെയും പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് നമുക്ക് നന്നായി പരിചയമുണ്ട്. ആവർത്തന പട്ടിക എന്ന ടോപ്പിക്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന 4 പേരുകളിൽ ഒന്നാണ് ഡോബറൈനർ, മെന്റലീഫ്, ന്യൂലാൻഡ്സ്, മോസ്ലി അല്ലെ. നമുക്ക് നോക്കാം. ആദ്യം ഡോബറൈനറിലേക്ക് വരാം. നല്ല പരിചയമുള്ള ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ എന്ന് പറയപ്പെടുന്നത്. ഡോബറൈനർ കൊണ്ടുവന്നത് ഒരു നിയമമുണ്ട്. ഏത് നിയമമാണത്? ഡോബറൈനർ കൊണ്ടുവന്ന നിയമത്തിന്റെ പേര് ത്രിക നിയമം, ലോ ഓഫ് ട്രയാഡ്സ്. ത്രിക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ട്രയാഡ്സ് കൊണ്ടുവന്ന ആളുടെ പേരാണ് എന്ത്? ഡോബറൈനർ എന്ന് പറയപ്പെടുന്നത്. അടുത്തത് മെന്റലീഫ്. ആരാണ്? പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മെന്റലീഫ്. മെന്റലീഫ് കൊണ്ടുവന്ന നിയമം എന്തായിരുന്നു? ഫസ്റ്റ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആദ്യ ആവർത്തന നിയമം അല്ലെങ്കിൽ ക്രമാവർത്തന നിയമം. എന്താണ്? ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം അല്ലെങ്കിൽ ഫസ്റ്റ് പീരിയോഡിക് ലോ അവതരിപ്പിച്ച ആളുടെ പേര് മെന്റലീഫ്, പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ്. അടുത്തത് ന്യൂലാൻഡ്സ് ആണ്. ജോൺ ന്യൂലാൻഡ്സ്. ജോൺ ന്യൂലാൻഡ്സ് ആണ് എന്ത് ആവിഷ്കരിച്ചത്? അഷ്ടക നിയമം ആവിഷ്കരിച്ച ആളുടെ പേരെന്താണ്? ജോൺ ന്യൂലാൻഡ്സ് എന്നാണ്. അഷ്ടക നിയമം അവതരിപ്പിച്ച ആരാണ്? ജോൺ ന്യൂലാൻഡ്സ് എന്നാണ്. എന്താണ് അഷ്ടക നിയമത്തിൽ പറയുന്നത്? പറഞ്ഞോളൂ. അതായത് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലും ഭൗതിക രാസഗുണങ്ങളുടെയും അടിസ്ഥാനത്തില് എത്ര മൂലകങ്ങളെയാണ്? 7 മൂലകങ്ങളെ വീതം ക്രമീകരിക്കുക. 7 7 7 7 വീതം മൂലകങ്ങളെ ക്രമീകരിക്കുക. അതിനുശേഷം 7 മൂലകങ്ങളെ ക്രമീകരിച്ച ശേഷം അടുത്ത സെറ്റ് 7 ഉണ്ടല്ലോ, ഓർത്ത് വെച്ചോളൂ. അപ്പൊ ആദ്യത്തെ 7 സെറ്റ് മൂലകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 8ാമത്തെ മൂലകം അടുത്ത സെറ്റിലെ 1ാമത്തെ മൂലകമാണ്. 8ാമത്തെ മൂലകത്തിനും 1ാമത്തെ മൂലകത്തിനും ഒരേ സ്വഭാവം എന്ന് പ്രസ്താവിച്ച നിയമമാണ് ഇത്? ജോൺ ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം. 7 കഴിഞ്ഞു വരുന്ന 8ാമത്തെ മൂലകത്തിനും 1ാമത്തെ മൂലകത്തിനും ഒരേ സ്വഭാവമാണ് എന്ന് പ്രസ്താവിച്ച നിയമമാണ് ഇത്? അഷ്ടക നിയമം. ആര് കൊണ്ടുവന്നു? ജോൺ ന്യൂലാൻഡ്സ് കൊണ്ടുവന്നു. ഓക്കെ ആണ്. അടുത്തത് ഹെൻറി മോസ്ലി ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹെൻറി മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ്. അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് ആധുനിക ആവർത്തന നിയമം. എന്താണ്? ആധുനിക ആവർത്തന നിയമം. ഓർത്ത് വെച്ചോണം. ആധുനിക ആവർത്തന നിയമം അവതരിപ്പിച്ച ആളുടെ പേരെന്താണ്? ഹെൻറി മോസ്ലി എന്നാണ്. മോഡേൺ പീരിയോഡിക് ലോ അവതരിപ്പിച്ച ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അതുപോലെ ജോൺ ന്യൂലാൻഡ്സിന്റെ ആണ് ഇവിടുത്തെ ആൻസർ. ജോൺ ന്യൂലാൻഡ്സ് ആണ്. ജോൺ ന്യൂലാൻഡ്സിന്റെ നമ്മുടെ അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞു വരുന്ന 8ാമത്തെ മൂലകത്തിനും 1ാമത്തെ മൂലകത്തിനും ഒരേ സ്വഭാവം എന്നല്ലേ പറഞ്ഞത്? യെസ്, അത് നമുക്ക് സംഗീതം വെച്ച് പറയാൻ സാധിക്കും. സ രി ഗ മ പ ധ നി. 8ാം സ്വരം ആരാ? സ. ആദ്യ സ്വരവും ആര് തന്നെയാ? സ. വന്നില്ലേ? അതായത് രസതന്ത്രത്തിലെ സരിഗമ പദനിസ അല്ലെങ്കിൽ രസതന്ത്രത്തിലെ സപ്തസ്വര നിയമം എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? അഷ്ടക നിയമം. അഷ്ടക നിയമം ഓർത്തോക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? സരിഗമ പദനിസ എന്ന് പറഞ്ഞാൽ മതി. കിട്ടിയില്ലേ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ. നമ്മുടെ അഷ്ടക നിയമം കൊണ്ടുവന്ന ആളുടെ പേര് ജോൺ ന്യൂലാൻഡ്സ്. പഠിച്ചില്ലേ? യെസ്, പോകുന്നു മുന്നോട്ട്. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളും അവയുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. അവയുടെ ചാർജും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവയിൽ ശരിയായ ജോഡികളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളും കണങ്ങളുടെ പേരും അവയുടെ ചാർജും താഴെ തന്നിരിക്കുന്നു. ശരിയായ ജോഡികളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, പോയാലോ? നോക്കാം. ആദ്യം ഇലക്ട്രോൺ തന്നിട്ടുണ്ട്, നെഗറ്റീവ് ചാർജും തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോട്ടോൺ ചാർജ് ഇല്ല എന്ന് പറയുന്നു. അടുത്ത പ്രോട്ടോൺ എഗെയിൻ വന്നിരിക്കുന്നു, പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നു. അടുത്ത ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആറ്റത്തിലെ ഓരോ മൗലിക കണങ്ങളും മനസ്സിലാക്കണം, മൗലിക കണങ്ങളുടെ ചാർജും മനസ്സിലാക്കണം. ആറ്റത്തിൽ എത്ര മൗലിക കണങ്ങളുണ്ട്? തീർച്ചയായിട്ടും 3 മൗലിക കണങ്ങൾ. ആരൊക്കെ? കണ്ടുപിടിച്ചതിന്റെ ക്രമത്തിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആരൊക്കെ? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോണിന്റെ ചാർജ് ഇതാ
നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ നെഗറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. അടുത്ത പ്രോട്ടോൺ ഞാൻ കണ്ടുപിടിക്കുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. പ്രോട്ടോൺ പോസിറ്റീവ്, പ്രോട്ടോൺ പോസിറ്റീവ്. ദെൻ ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ. ന്യൂട്രോൺ പഠിക്കുമ്പോൾ ന്യൂട്രൽ, ന്യൂട്രോൺ ന്യൂട്രൽ ഓർത്തിരിക്കാനുള്ള എളുപ്പം കിട്ടിയില്ലേ? സോ നോക്കാം ഇലക്ട്രോൺ. അപ്പൊ ഏത് ചാർജാ? നെഗറ്റീവ് ചാർജ്. ശരിയാണ്, ശരിയായ ജോഡിയാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. ഇത് നോക്കിയേ, ഓപ്ഷൻ 3 കിടക്കുന്നു പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. അപ്പൊ പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞ തെറ്റല്ലേ? ആണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞ തെറ്റ് തന്നെയാണ്. തന്നെ ന്യൂട്രോൺ നമ്മൾ എന്താ പഠിച്ചേ? ന്യൂട്രോൺ ന്യൂട്രൽ എന്നല്ലേ പഠിച്ചേ? ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല എന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? നെഗറ്റീവ് ചാർജ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതും ശരിയായ ജോഡി അല്ല എന്ന് മനസ്സിലാക്കാം. നമുക്ക് ശരിയായ ജോഡികൾ ആരെയൊക്കെ കിട്ടി? 1ഉം 3ഉം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ദേ കിടക്കുന്ന 1ഉം 3ഉം കിട്ടിയില്ലേ? യെസ്. അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസർ 1ഉം 3ഉം ആണ്. ചാർജ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, പോന്നു. അപ്പോ 9ാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ തേണ്ടേ. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ചില ആശയങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഓക്കെ ആണ്, സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. അപ്പൊ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ചില ആശയങ്ങൾ താഴെ തന്നിരിക്കുകയാണ്. നമുക്ക് ആശയങ്ങൾ വായിച്ചു നോക്കാം. അപ്പൊ ആശയങ്ങളിൽ ശരിയായതാണോ തെറ്റായതാണോ ഒക്കെ നമുക്ക് നോക്കാം. ഓരോ ആശയങ്ങളും എങ്ങനെയാണ് അതിന്റെ സ്വഭാവം നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഓരോന്നും വിശദീകരിച്ച് തന്നെ പോവാം. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക, ഏതൊരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക എപ്പോഴും ആരായിരിക്കും? ആറ്റമായിരിക്കും. ആരായിരിക്കും? ആറ്റമായിരിക്കും. ഒക്കെയാണ്, ഓർത്ത് വെച്ചേക്കുക. ഏതൊരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം ആരാണ്? ആറ്റമാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ആരുണ്ടാകത്തുള്ളൂ? തന്മാത്രേ ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആരാണ്? ആറ്റമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും വ്യത്യസ്തമാണ്. അതെങ്ങനെ ശരിയാകും? അല്ലെ? യെസ്, ഒരു മൂലകമാണ്. ആ മൂലകത്തിലുള്ള ആറ്റങ്ങൾക്കെല്ലാം എന്തായിരിക്കും? ഒരേ വലിപ്പമായിരിക്കും, അതുപോലെ ഒരേ ഗുണവുമായിരിക്കും. ആയിരിക്കത്തില്ലേ? ഹൈഡ്രജനിലുള്ള ആറ്റങ്ങൾക്ക് ഹൈഡ്രജന്റെ ഗുണം തന്നെയായിരിക്കും, അതുപോലെ ഒരേ വലിപ്പവും ആയിരിക്കും. നമുക്കറിയാം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരു മൂലകത്തിലുള്ള ആറ്റങ്ങൾക്കെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും അവ സമാനമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് വ്യത്യസ്തമാണെന്ന് കൊടുത്തതിനാൽ ഇതും തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ 1ഉം 2ഉം തെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേലേക്ക് വരാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. അതെ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക, അതിസൂക്ഷ്മ കണിക ആരാണ്? ആറ്റമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി നാലാമതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ദാ നോക്കിയോ. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്ന് ആരുണ്ടാകും? സംയുക്തമുണ്ടാകും. നമുക്കറിയാം രണ്ടോ അതിലധികമോ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എടുക്കാം. 2 പേരുണ്ട്, ഹൈഡ്രജനെയും ഓക്സിജനെയും എടുക്കുകയാണ്. ഹൈഡ്രജനും ഓക്സിജനും 2 മൂലകങ്ങളാണ് അല്ലെ? യെസ്. അപ്പോ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ എടുത്തിരിക്കുന്നു. അവ ഒരു നിശ്ചിത അനുപാതത്തിൽ 2:1 എന്ന റേഷ്യോയില്, നിശ്ചിത അനുപാതം, ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന റേഷ്യോയില് കമ്പൈൻ ചെയ്താൽ ആരുണ്ടാകും? ജലം എന്ന സംയുക്തം ഉണ്ടാകും എന്ന് നമുക്കറിയാം. നോക്കിയേ, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ ആരുണ്ടാകും? സംയുക്തം ഉണ്ടാകും. ആര് പഠിപ്പിച്ചു? ജോൺ ഡാൾട്ടൺ. എവിടെ? അറ്റോമിക സിദ്ധാന്തത്തിൽ പഠിപ്പിച്ചു. അപ്പൊ 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. നോക്കിയേ, എവിടെയെങ്കിലും 3ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ തന്നിട്ടുണ്ട് 3ഉം 4ഉം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു? 1ഉം 2ഉം തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. അത് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1ഉം 2ഉം തെറ്റാണോ നോക്കാം. ഓക്കെ, നോക്കാം. യെസ്, 1ഉം 2ഉം തെറ്റാണെന്ന് ഓപ്ഷൻ എയിലുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണോ? യെസ്, 1ഉം 2ഉം തെറ്റ്. കറക്റ്റ് അല്ലേ? യെസ്, ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറ്റോമിക സിദ്ധാന്തത്തെ കുറിച്ച് അറിവുണ്ടെന്ന് എനിക്കറിയാം. നമുക്കൊന്ന് നോക്കാം. അറ്റോമിക സിദ്ധാന്തം നോക്കിയേ, ഇതായി തന്നിരിക്കുന്നതാണ് പാഠപുസ്തകത്തിലെ അറ്റോമിക സിദ്ധാന്തം എന്ന ഭാഗം. എല്ലാ പോയിന്റുകളും നമുക്ക് ഒരു തവണയൊന്ന് മനസ്സിരുത്തി വായിക്കാം. എന്നോടൊപ്പം നിങ്ങളും വായിച്ചോളുക. അതാണ്ട് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്.
ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. ദെൻ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ വിഭജിക്കാനോ കഴിയില്ല. ഇനി ഒരു മൂലകത്തിലെ ആറ്റങ്ങൾക്കെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകമാ, അതിനകത്തുള്ള ആറ്റങ്ങളെല്ലാം ഒരേ മാസ്, ഒരേ വലിപ്പം, ഒരേ ഗുണം. ഈസി. അടുത്തത്, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? വ്യത്യസ്ത ഗുണമായിരിക്കും, വ്യത്യസ്ത മാസായിരിക്കും. ആയിരിക്കത്തില്ലേ? വ്യത്യസ്ത മൂലകമാണ്, അപ്പോൾ അവയ്ക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ വ്യത്യസ്ത ഗുണമായിരിക്കും, വ്യത്യസ്ത മാസായിരിക്കും. എളുപ്പമായില്ലേ? ഇനി അടുത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക എപ്പോഴും ആരാ? ആറ്റമാണ്. അടുത്തത് നമ്മൾ പഠിച്ചു, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം ആര് നമ്മളെ പഠിപ്പിച്ചു? അറ്റോമിക സിദ്ധാന്തത്തിൽ ആര്? ജോൺ ഡാൾട്ടൺ പഠിപ്പിച്ച വസ്തുതകളാണ്. ക്ലിയർ ആണല്ലോ? യെസ്. പോകുന്നു അടുത്ത ചോദ്യം. ഇലക്ട്രോണിന്റെ ചാർജ് നിർണയിച്ച പരീക്ഷണം, അല്ലെ? നിരന്തരമായി കാണപ്പെടുന്ന മറ്റൊരു ചോദ്യമാണിത്. ഇലക്ട്രോണിന്റെ ചാർജ് നിർണയിച്ച പരീക്ഷണം തന്നിരിക്കുന്നു. രണ്ട് മൂന്ന് ചാർജുകൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്ന ആള് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ. ഓപ്ഷൻ ബി ആയിട്ട് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഓപ്ഷൻ ഡി എന്തായാലും തെറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നിർണ്ണയിച്ച ഒരു പരീക്ഷണം വഴിയാണെന്ന് അറിയാം. ഇനി ഏത് പരീക്ഷണമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉള്ളൂ. തന്നിരിക്കുന്ന എല്ലാം ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട വാക്കുകളായതുകൊണ്ട് കൺഫ്യൂഷനും ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. എത്രയായിരുന്നു ചാർജ്? യെസ്, -1.606 into 10⁻⁻19 കൂളം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, അല്ലെ? നെഗറ്റീവ് ഉണ്ടായിരിക്കണം, ഓർത്ത് വെച്ചോളുക. ഇത്രയുമാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് നിർണയിച്ചത്. ഏത് പരീക്ഷണം വഴിയാ? യെസ്, എണ്ണത്തുള്ളി പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഇനി രണ്ട് എക്സ്പെരിമെന്റ് കൊടുത്തിട്ടില്ലേ ഇവിടെ? എന്തൊക്കെയാ? കാഥോഡ് റേ ട്യൂബ്, CRT, കാഥോഡ് റേ ട്യൂബും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും ഓപ്ഷനിലുണ്ട്. ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടയാ? യെസ്, ഇലക്ട്രോണിനെ കണ്ടെത്തിയ പരീക്ഷണമാണ്. കാഥോഡ് റേ ട്യൂബിന്റെ മറ്റൊരു പേരാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. അത് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് J.J. തോംസൺ ഇലക്ട്രോണിനെ കണ്ടെത്തിയ പരീക്ഷണമാണ് ഏത്? കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. എന്നാൽ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എണ്ണത്തുള്ളി പരീക്ഷണം വഴിയാണ് നമ്മുടെ ഇലക്ട്രോണിനെ എന്ത് നിർണ്ണയിച്ചത്? ചാർജ് ഡിറ്റർമൈൻ ചെയ്തത്. ഓക്കെ, ഇതാണ് നോക്കിയേ. എണ്ണത്തുള്ളി പരീക്ഷണം നടത്തിയ ആളുടെ പേര് പഠിച്ചു നോക്കണം. ആരാണ്? മില്ലിക്കൺ. ഫുൾ നെയിം റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ ആണ്. മില്ലിക്കൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. എണ്ണത്തുള്ളി പരീക്ഷണം നടത്തിയ ആളുടെ പേര് മില്ലിക്കൺ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നാണ്ടേ. അടുത്തതും നമ്മുടെ എന്താണ്? സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതാണ്? അപ്പൊ ഓരോ അയിരുകൾ പഠിക്കുക, അവയുടെ സാന്ദ്രണ രീതികളും പഠിച്ചു വെക്കണം. അയിരുകളെ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് സൾഫൈഡ് അയിര്, ഏതൊക്കെയാണ് ഓക്സൈഡ് അയിര്, ഏതൊക്കെയാണ് കാർബണേറ്റ് അയിര് എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സാന്ദ്രണ രീതികളൊന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ സാന്ദ്രണ രീതികളായിട്ട് കാന്തിക വിഭജനം, ജലപ്രവാഹത്തിൽ കഴുകൽ, പ്ലവന പ്രക്രിയ എന്നിവയുണ്ട്. പിന്നെ വൈദ്യുത വിശ്ലേഷണവും ഉണ്ട്. ഓക്കെ, ഇവയില് സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതാണ്? തീർച്ചയായിട്ടും സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയയാണ്. എന്താണ്? പ്ലവന പ്രക്രിയ. ഓർത്തു വെച്ചോണം, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതാണ്? പ്ലവന പ്രക്രിയയാണ്, മറക്കാൻ പാടില്ല. ഓക്കെ, അവിടെ വന്ന് നമുക്ക് ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ കാന്തിക വിഭജനത്തിലേക്ക് വരാം. കാന്തിക വിഭജനം വഴി ഏത് തരത്തിലുള്ള അയിരുകളെയാണ് സാന്ദ്രണം ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇരുമ്പിന്റെ അംശമുള്ള അയിരുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാന്തിക വിഭജനം വഴി സാന്ദ്രണം ചെയ്യുക. എന്താണ് ഈ സാന്ദ്രണം എന്ന് പറഞ്ഞാല്? സാന്ദ്രണം എന്ന് പറഞ്ഞാല് നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹധാതുക്കളിൽ നിന്നും നമ്മൾ എന്ത് കണ്ടെത്തും? അയിരിനെ കണ്ടെത്തും. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അയിരെന്ന് വെച്ച് കഴിഞ്ഞാല് പ്യൂറസ്റ്റ് ഫോമിലുള്ള ആയിരിക്കുവോ? ആയിരിക്കേയില്ല. ഓക്കെ, ആ അയിരുകളെ നമ്മൾ സാന്ദ്രണം ചെയ്ത് നിരവധി പ്രക്രിയകൾ വഴിയാണ് ലോഹം നിർമ്മിച്ചെടുക്കാറുള്ളത്. അപ്പൊ അയിരുകളിൽ എന്തടങ്ങിയിട്ടുണ്ട്? അപദ്രവ്യങ്ങൾ, മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയെ നീക്കം ചെയ്യുന്ന രീതിയാണ് സാന്ദ്രണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ കാന്തിക വിഭജനം ചെയ്യുന്നത് ഇരുമ്പിന്റെ അംശമുള്ള
അയിരുകളിൽ നിന്ന് ആരെ നീക്കം ചെയ്യാനാണ്? അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കും? കാന്തിക വിഭജനം ഉപയോഗിക്കും. അടുത്തയാണ് ജലപ്രവാഹത്തിൽ കഴുകൽ. അത് എപ്പോഴും ഓർത്തു വെച്ചേക്കുക. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് ഏത്? ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയപ്പെടുന്നത്. അടുത്ത പ്ലവന പ്രക്രിയയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് ഏത്? പ്ലവന പ്രക്രിയ. പിന്നെ ഒന്നുകൂടെ തന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ വൈദ്യുത വിശ്ലേഷണം. അത് സാന്ദ്രീകരണ രീതിയല്ല, ലോഹത്തെ ശുദ്ധീകരണ പ്രക്രിയയാണ് ഏത്? ലോഹ ശുദ്ധീകരണ പ്രക്രിയയാണ് ഏത്? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്ലവന പ്രക്രിയ എന്ന് പറയപ്പെടുന്നത് സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയായതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആയില്ലേ? അടുത്തതിലേക്ക് വരാം. അടുത്തത് അയിരുകളുടെ സാന്ദ്രണ രീതി അല്ലാത്തത് ഏത്? മുമ്പത്തെ ചോദ്യം നന്നായി പഠിച്ചവർക്ക് ഇതിന് ആൻസർ പെട്ടെന്ന് ചെയ്യാം. ഈസി ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അയിരുകളുടെ സാന്ദ്രണ രീതി അല്ലാത്തത് ഏത്? അപ്പൊ ഏതൊക്കെയാണ് സാന്ദ്രണ രീതി എന്ന് പഠിച്ചു വെക്കണം അല്ലെ? അപ്പൊ സാന്ദ്രീകരിക്കാൻ, അതായത് അയിരുകളിൽ നിന്നുള്ള അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ 4 മാർഗങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്നാമത്തതാണ് നമ്മുടെ ജലപ്രവാഹത്തിൽ കഴുകൽ, ലെവിഗേഷൻ എന്ന് പറയും. ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. രണ്ടാമത്തതാണ് നമ്മുടെ പ്ലവന പ്രക്രിയ എന്ന് പറയപ്പെടുന്നത്. മൂന്നാമത്തതാണ് കാന്തിക വിഭജനം. നാലാമത്തെ പ്രക്രിയ ലീച്ചിങ് ആണ്. ഇത് 4ഉമാണ് നമ്മുടെ സാന്ദ്രണ രീതികൾ. ഓക്കെ, ഈ 4 സാന്ദ്രണ രീതികൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. കാന്തിക വിഭജനം ഓപ്ഷനിലുണ്ട്, ജലപ്രവാഹത്തിൽ കഴുകൽ ഓപ്ഷനിലുണ്ട്, പ്ലവന പ്രക്രിയ ഓപ്ഷനിലുണ്ട്. ചോദ്യം എന്താ? സാന്ദ്രണ രീതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യെസ്, വൈദ്യുത വിശ്ലേഷണം. എന്താണത്? ശുദ്ധീകരണ പ്രക്രിയയാണ്. റിഫൈനിങ് പ്രോസസ്സിൽ വരുന്നതാണ് ആര്? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കാൻ വേണ്ടി എത്ര പ്രക്രിയയാണുള്ളത്? 3 എണ്ണം. എന്തൊക്കെ? ഉരുക്കി വേർതിരിക്കൽ, ലിക്വിവേഷൻ എന്ന് പറയും. അടുത്ത സ്വേദനം. എന്താണ് സ്വേദനം? ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അടുത്ത എന്താണ്? വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പോ 13ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 14ാമത്തെ ചോദ്യം, കാൽഷ്യത്തിലെ ഷെല്ലുകളുടെ എണ്ണം എത്ര? കാൽഷ്യത്തിലെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഓക്കെ, കാൽഷ്യത്തിലെ ഷെല്ലുകളുടെ എണ്ണം കാണണമെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? കാൽഷ്യം എന്ന മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ മനസ്സിലാക്കണം. ഒന്ന് പറഞ്ഞേ, കാൽഷ്യം എന്ന മൂലകം നമുക്കൊരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമിന് പോകുമ്പോൾ ആദ്യം 30 എണ്ണം ബൈഹാർട്ട് ആയിരിക്കണം. 30 അറ്റോമിക സംഖ്യ ബൈഹാർട്ട് ആയിരിക്കണം. 30 എങ്കിലും എന്നേ ഞാൻ പറയുള്ളൂ. പരമാവധി എന്ത് ചെയ്യുക? ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കാൽഷ്യത്തിലേക്ക് വരാം. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 20 ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. നമുക്ക് ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ഇലക്ട്രോൺ വിന്യാസം എഴുതണമെന്നുണ്ടെങ്കിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ശേഷമുള്ള ആദ്യ ഷെല്ലിന്റെ പേര് ഓർത്ത് വെക്കണം. ആദ്യ ഷെല്ലിന്റെ പേരെന്താ? കെ ഷെല്ല്. അടുത്ത ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. അടുത്തത് എം ഷെല്ല്. അടുത്തത് എൻ ഷെല്ല്. അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും നിങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ട്. കെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. എൽ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകൾ 8 എണ്ണമാണ്. എം ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകൾ 18 ആണ്. എൻ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകൾ 32 ആണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരാം, കാൽഷ്യത്തിലേക്ക് വരാം. കാൽഷ്യത്തില് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടെത്തണം. ഓക്കെ, നമുക്കൊന്ന് ഇലക്ട്രോൺ വിന്യസിച്ചാലോ? വിന്യസിക്കാം. ആദ്യം കൊടുക്കേണ്ട ഷെല്ല് കെ ഷെല്ല്. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? കാൽഷ്യത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 20 ഇലക്ട്രോൺ ഉണ്ട്. അറ്റോമിക സംഖ്യ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ 20 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിൽ നിന്ന് 2 പേരെ മാത്രമേ കെ ഷെല്ലിന് കൊടുക്കാൻ പറ്റൂ. 2 പേരെ കെ ഷെല്ലിന് കൊടുത്തു. കാരണം പരമാവധി 2 കെ ഷെല്ല് ഉൾക്കൊള്ളുകയുള്ളൂ. അടുത്ത എൽ ഷെല്ലിലേക്ക് വരാം. എൽ ഷെല്ലിലേക്ക് നമുക്ക് എത്ര പേരെ കൊടുക്കാം? എൽ ഷെല്ലിലേക്ക് ഇനി 18 പേരുണ്ട്. 18 പേരിൽ നിന്നും 8 പേരെ കൂടി നമ്മൾ എൽ ഷെല്ലിന് കൊടുത്തു. കാരണം പരമാവധി 8 പേരെ എൽ ഷെല്ലിൽ നിറയ്ക്കാൻ സാധിക്കും. അപ്പൊ 2, 8 എന്നിങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ബാലൻസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ എം ഷെല്ലിൽ 18 പേരെ നിറയ്ക്കാമല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയി 10 പേരെ ഇവിടെ നിറയ്ക്കും, എം ഷെല്ലിൽ നിറയ്ക്കും. ചെയ്യരുത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റൂള് നിലവിലുണ്ട്.
ഓക്കെ ആണ്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റൂൾ നിലവിലുള്ളത് കൊണ്ട് ഒരു ഷെല്ലിൽ, അതായത് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരേണ്ട ക്രമത്തിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണുകളെ വിന്യസിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ നമുക്കൊന്ന് വിന്യസിക്കാം. അതുകൊണ്ട് എം ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ ഇവിടെ കൊടുക്കാൻ പറ്റൂ? 8 ഇലക്ട്രോൺസിനെ കൊടുക്കുക. ബാലൻസ് വരുന്ന 2 പേരെ ഇവിടെ എഴുതുക. എന്നാൽ മാത്രമേ കാൽഷ്യത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആക്കാൻ കഴിയുകയുള്ളൂ? 8 ഇലക്ട്രോൺ ആക്കാൻ കഴിയുകയുള്ളൂ. ആ ക്രമത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇലക്ട്രോണുകളെ വിന്യസിക്കാൻ പറ്റത്തുള്ളൂ. അതിനാൽ നമ്മൾ എം ഷെല്ലിൽ എത്ര പേരെ നിറയ്ക്കാൻ പാടുള്ളൂ? 8 പേരെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ട് എപ്പോഴും PSC കയറി ചോദിക്കും. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു മേഖലയാണ്. നന്നായി ബൈഹാർട്ട് ചെയ്തു, ഇനി മാർക്ക് പോവരുത്. അപ്പൊ 2, 8, 8, 2 എന്നുള്ളതാണ് കാൽഷ്യത്തിന്റെ ഷെല്ലുകളെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കേണ്ട ഒന്നാണ് പൊട്ടാസ്യം. കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്ന പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഷെല്ലുകളുടെ എണ്ണം എണ്ണി നോക്കണ്ടായോ? എത്ര ഉണ്ട്? ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. അപ്പൊ കാൽഷ്യത്തിലെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 4. കാൽഷ്യത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? 4 ഷെല്ലുകളെ കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 ഷെല്ലുകൾ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം. ഓക്കെ, ഈസി ആണ്. അതാണ്ട് അറ്റോമിക സംഖ്യ 11 മൂലകത്തിലെ എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പൊ അറ്റോമിക സംഖ്യ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എത്ര? 11 എന്ന് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രോണുകളുടെ എണ്ണം 11. ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ഷെല്ലുകളൊക്കെ നമുക്ക് ബൈഹാർട്ടാണ്. അപ്പൊ നമുക്ക് ഈ 11 ഇലക്ട്രോണുകളെ ആദ്യം കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് എന്നിങ്ങനെ എഴുതിയിട്ട് അവയിലേക്ക് വിന്യസിക്കാം. ഓക്കെ ആണ്. നമുക്കറിയാം 11 ഇലക്ട്രോണുകളിൽ 2 പേരെ മാത്രമേ കെ ഷെൽ ഉൾക്കൊള്ളുകയുള്ളൂ. 2 പേരെ കെ ഷെല്ലിന് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എൽ ഷെല്ലിലേക്ക് വരാം. എൽ ഷെല്ലിൽ പരമാവധി 8 പേരെ ഉൾക്കൊള്ളും. നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര പേരുണ്ട്? 9 പേരുണ്ട്. 9ൽ നിന്ന് നമ്മൾ 8 പേരെ എൽ ഷെല്ലിന് കൊടുത്തു. അപ്പൊ 10 പേരെ നമ്മൾ നിറച്ചില്ലേ? ബാലൻസ് വന്ന ഒരാളെ നമ്മൾ ആർക്ക് നിറയ്ക്കുന്നു? എം ഷെല്ലിനും കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പൊ 2, 8, 1 എന്നുള്ളതാണ് നമ്മളുടെ മൂലകത്തിന്റെ എന്തായിട്ട് വരുന്നത്? ഇലക്ട്രോൺ വിന്യാസമായിട്ട് വരുന്നത്. അപ്പൊ അറ്റോമിക സംഖ്യ 11 മൂലകത്തിലെ എൽ ഷെല്ലിലെ ഇലക്ട്രോണുകൾ, എൽ ഷെല്ലിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എൽ ഷെല്ലിൽ അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ? യെസ്, 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. സ്വാഭാവികമായിട്ടും അറ്റോമിക സംഖ്യ 11 വരുന്ന മൂലകം ആരാ? സോഡിയമാണ്. അറ്റോമിക സംഖ്യ 11 വരുന്ന മൂലകം ഏതാണ്? സോഡിയമാണ്. മറക്കല്. ആദ്യത്തെ 30 എലമെന്റ്സ് എല്ലാവർക്കും ബൈഹാർട്ട് ആയിരിക്കണം കേട്ടോ. എവിടുന്നാ ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോ ഉത്തരം 8 ആണെന്ന് പറഞ്ഞു. ഇത് വരെയുള്ള കാര്യങ്ങൾ, ഈ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.